ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ്. ചൂട് കൂടി പാമ്പിൻ്റെ ശല്യങ്ങൾ, പാമ്പ് കടിയേറ്റ് മരിക്കുന്നവർ എല്ലാ ദിവസവും ന്യൂസിലും പത്രങ്ങളിലും കാണുന്നുണ്ട്. മുമ്പൊന്നും ഇല്ലാത്ത വിധം ഇപ്രാവശ്യം കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ അതിന് സംരക്ഷണം കിട്ടാൻ ഇസ്ലാമികപരമായിട്ട് എന്തെങ്കിലും വിധി എന്താണ് അതിന് ഇസ്ലാമികമായിട്ടുള്ള വിധി എന്ന് പറഞ്ഞാൽ? പാമ്പിൻ്റെ ശല്യം, അതുപോലെ തന്നെ പാമ്പിൻ്റെ കടിയേറ്റുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ വാർത്ത കേൾക്കുന്നു. കടിയേറ്റു, മരിച്ചു, അതുപോലെ തന്നെ കടിയേറ്റു, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അതും ഈ കടി കെട്ടുന്നത് ഏതെങ്കിലും കുറ്റിക്കാട്ടുന്നോ അല്ലെങ്കിൽ പാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലത്തുനിന്നോ ഒന്നുമല്ല. നേരെ മറിച്ച് വീടുമുറ്റത്തുനിന്ന്, അതുപോലെ തന്നെ ഇൻ്റർലോക്ക് ചെയ്ത വീടുമുറ്റത്തുനിന്ന്, വീടിൻ്റെ അകത്ത് സിറ്റൗട്ടിൽ വെച്ചുകൊണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു നിലക്കും പാമ്പുകൾ വരാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ടൊക്കെയാണ് ഈ കടിയേറ്റു എന്നുള്ളത് കേൾക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ കൂടുതൽ ചൂട് തന്നെ. അപ്പോൾ ഈ ചൂടാകുമ്പോൾ പാമ്പുകളൊക്കെ മാളത്തു നിന്ന് പുറത്തു വരും. അതിന് തണുപ്പ് കിട്ടുന്ന ഏരിയയിലേക്കൊക്കെ അത് വന്നുകൊണ്ട് നിൽക്കും. പ്രത്യേകിച്ച് നമ്മുടെ അലക്ക് എന്ന സ്ഥലങ്ങളൊക്കെ, അവിടെയൊക്കെ ഇച്ചിരി വെള്ളത്തിൻ്റെ ഈർപ്പങ്ങളുണ്ടാകുമ്പോൾ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കും, നമ്മളിത് കാണൂല. അപ്പോൾ ഏതായാലും ഇങ്ങനെ പാമ്പിൻ്റെ ശല്യത്തെ തൊട്ട് നമുക്ക് രക്ഷ കിട്ടാൻ എന്തൊക്കെയാ ഉലമാ പറഞ്ഞത്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാന്നുള്ളത് ഇതിൽ ആദ്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതും ആദ്യം നമ്മൾ പ്രവർത്തിക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ, അതായത് ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അത് ഇതിൽ മസ്റ്റാണ്. ഇതിൽ നിന്നല്ല, പൊതുവെ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു പരീക്ഷയെ നേരിടുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ കാര്യമായിട്ട് വരേണ്ടത് പഠനമാണ്. നല്ലോണം പഠിക്കണം. പിന്നെയാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ അത് നമുക്ക് പഠിച്ചത് ഓർമ്മയിൽ വരാൻ, അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് പിന്നെ എന്താകും, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള നേർച്ചകളും വഴിപാടുകളും ഒക്കെ ഉണ്ടാകും. അപ്പം അതും വേണ്ട എന്നല്ല. നേരെ മറിച്ച് എൻ്റെ പഠനമൊന്നുമില്ലാതെ ഈ പറയുന്ന രൂപത്തിലായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പം ആയതുകൊണ്ട് ഏതൊരു വിഷയത്തിലും അങ്ങനെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ പാമ്പിനെ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് നിർദ്ദേശങ്ങൾ വ്യക്തമായിക്കൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട്. എന്തിനേറെ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധേയമായൊരു ഹദീസ് തന്നെയുണ്ട്. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉ സഗീർ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ജാമിഉ സഗീറിൻ്റെ 2ാം വാള്യം, ഇതിൻ്റെ 640 പേജിൽ 8983 ഹദീസ് ഉണ്ടോ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അള്ളാഹുവിനെ കൊണ്ടും ആഖിറത്തെ കൊണ്ടും വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഫലാ യൽബസ് ഖുഫൈഹി ഹത്താ യൻഫുലുഹുമാ. ഉണ്ടോ, ആരെങ്കിലും ഖുഫ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഖുഫ എന്ന് ധരിക്കുമ്പം ഷൂ പോലെ, അപ്പോൾ അതാണ് കൂടുതൽ മനസ്സിലാക്കുക. അപ്പോൾ ഖുഫയൊന്നുമില്ല കൂടുതൽ, അപ്പോൾ ഷൂ പോലത്തെ അങ്ങനത്തെയുള്ള എൻ്റെ കാലിൽ ധരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഈ ഖുഫ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് ആരെങ്കിലും ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പായിക്കൊണ്ട് അത് കുടയട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഷൂവിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് കുടയാൻ വേണ്ടി റസൂലുള്ളാഹി അങ്ങനെ നിർദ്ദേശിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനുണ്ടായ കാരണം? ഈ ഹദീസിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ. അത് ഈ ജാമിഉ സഗീർ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം അസീസി റളിയല്ലാഹു അൻഹു അടുത്ത സിറാജുൽ മുനീർ എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തതിൻ്റെ കാരണം എന്നുള്ളത്. സിറാജുൽ മുനീറിൻ്റെ 6ാം വാള്യം, ഇതിൻ്റെ 316 പേജിലുണ്ടോ സബബുഹു. ഇതിൻ്റെ കാരണം എന്താ? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ ബി ഖുഫൈഹി. റസൂലുള്ളാഹി നബി തങ്ങളുടെ 2 ഖുഫ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഫലബിസ അഹദുഹുമാ, അതിൽ നിന്ന് ഒന്ന് ധരിച്ചു, മറ്റേ ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. സുമ്മ ജാഅ ഖുറാബുൻ, അപ്പോൾ ഒരു കാക്ക അത് എവിടുന്നോ അങ്ങോട്ട് പാറി വന്നിട്ട് എന്ത് ചെയ്തു, അതിലൊരു ഖുഫ എടുത്തു കൊണ്ടുപോയി. ഫഹ്തമലൽ ആഖിറ, അതിനെ എടുത്തു കൊണ്ടുപോകാൻ, മറ്റേ ഖുഫയെ, ഒരു ഖുഫയല്ല റസൂലുള്ളാഹി ധരിച്ചിട്ടുള്ളൂ, മറ്റേ ഖുഫയെ എടുത്തു കൊണ്ടുപോയി. ഫറമാ ബിഹി ഫവഖഅത് മിൻഹു ഹയ്യത്തുൻ, അതുകൊണ്ട് അപ്പുറത്ത് കൊണ്ട് ഇട്ട്. അപ്പോൾ ഇട്ട പാടെ തന്നെ അതിനൊരു പാമ്പ് ഇങ്ങോട്ട് ഓടിപ്പോവുകയും ചെയ്തു.
അപ്പോഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖുഫ ധരിക്കുന്ന സമയത്ത് അത് കുടയണം. അപ്പൊ ഷൂ ധരിക്കുമ്പം അത് കുടഞ്ഞിട്ടേ നമ്മൾ ധരിക്കാൻ പറ്റുള്ളൂ. കാരണം അതിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ജന്തുക്കൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് അപ്പൊ അങ്ങനെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നമ്മൾ കാണുകയില്ല. അതുകൊണ്ട് തന്നെയാണ് പാമ്പ് പോലത്തൊക്കെ അതിലുണ്ടാകാൻ ഏറെ സാധ്യതയാണ് എന്ന് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം മുനാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫൈദുൽ ഖദീറിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫൈദുൽ ഖദീറിന്റെ 6-ാം വാള്യം ഇതിന്റെ 260-ാമത്തെ പേജിലുണ്ടോ ഫഖദ് യകൂനു ഫീഹി നഹു ഹയ്യത്തിൻ, പാമ്പ് പോലത്തൊക്കെ അതിലുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് കുടയാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ കരുതേണ്ടത് നമ്മൾ കരുതും വേണം. പിന്നെ അതിന്റെ പുറമെ രക്ഷാ കവചമായിക്കൊണ്ട് മഹാന്മാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പാമ്പിനെ തൊട്ട് രക്ഷ തേടാൻ. പിന്നെ നമ്മൾ സൂക്ഷിക്കാനുള്ളതൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നമ്മൾ എൻ്റെ രക്ഷാകവചമായിക്കൊണ്ട് അള്ളാഹുവിനോട് പറയണം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാവുന്നത് അപ്പുറം നമ്മൾ ചെയ്യുക പരമാവധി, എന്നിട്ട് പിന്നെ അള്ളാഹുവിനോട് പറയും വേണമല്ലോ. അപ്പൊ എല്ലാവരോട് കൂടുമ്പോഴാണല്ലോ അതിന്റെ ഭംഗിയാകുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കന്നെ വേണ്ടേ. അതുകൊണ്ടാണ് തൻവീർ എന്ന് പറയുന്ന കിതാബിൽ എൻ്റെ സൻആനിമാമൊക്കെ പറയുന്നത്, ജാമി സഗറിന്റെ ഷറഹാൻ അവിടെ പറയുന്നുണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണമെന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് എന്നുള്ളത്. തൻവീറിന്റെ 10-ാം വാള്യം ഇതിന്റെ 375-ാമത്തെ പേജിലുണ്ടോ ജവാസി അന്ന ഫീഹിമ മാ യുഅ്ദീഹുണ്ടോ. ഇപ്പൊ ഇങ്ങനെ കൊടയാൻ റസൂലുള്ള പറയാൻ കാരണം നമ്മളെ ബുദ്ധിമുട്ടാക്കുന്നതൊക്കെ അതിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഫയുൽഖി ബിനഫ്സിഹി ഇലാ മാ ഫീഹി ഇളറാറുല്ലഹ, നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തന്നെ സൂക്ഷിക്കണ്ടേ. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം നമ്മൾ തന്നെ സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം നമ്മൾ ചെയ്യണം. അപ്പൊ സൂക്ഷ്മത എന്നുള്ള കാര്യം ഇത് ഏറ്റവും കൂടുതൽ പ്രധാനമാണ്. അപ്പൊ നമ്മൾ എവിടെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ ഹദീസ് തെളിപിടിച്ചുകൊണ്ട് എൻ്റെ വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാന്മാർ പറയുന്നു. അപ്പൊ ഹുഫ ധരിക്കുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ഷൂ ധരിക്കുന്നതിൻ്റെ മുമ്പ് ഇങ്ങനത്തെയുള്ള വസ്തുക്കളൊക്കെ ധരിക്കുന്നതിൻ്റെ മുമ്പ് അത് കുടഞ്ഞുകൊണ്ട് അതിലൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തൽ സുന്നത്താണ് എന്ന് വെക്കണം എന്നുള്ളത് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു പോലത്തവരൊക്കെ വ്യക്തമായിട്ട് പറയുന്നു. ഗസ്സാലി ഇമാമിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ ഇത് വ്യക്തമായിട്ട് ഈ ഹദീസ് തെളിപിടിച്ചുകൊണ്ട് സുന്നത്താന്ന് തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ 4-ാം വാള്യം 378-ാമത്തെ പേജിലുണ്ട്. അത്രത്തോളം പറഞ്ഞു സുന്നത്താണ്. ഖുഫ ധരിക്കുന്ന ആളുകളൊക്കെ എല്ലാ ആളുകൾക്കും സുന്നത്തായിട്ട് വരും. അത് കൊടയ, അതിങ്ങനെ തട്ടിക്കൊട്ടി കുടഞ്ഞിട്ട് ധരിക്കുക എന്നുള്ളത്. ഹദറൻ മിൻ ഹയ്യത്തിൻ ഔ അഖറബിൻ ഔ ഷൗക്കത്തിൻ, എല്ലാം പെട്ട് പാമ്പോ തേളോ ഇനി അതെല്ലാം മുള്ള് കല്ലൊക്കെ ചിലപ്പോൾ ഉണ്ടായിക്കൂടായാലും ചെറിയ ചെറിയ കല്ലുകളൊക്കെ. അപ്പൊ നമ്മൾ ധരിച്ച് പിന്നെ കുറച്ച് നടക്കുമ്പോഴൊക്കെ നമുക്കത് ഫീൽ ചെയ്യുക. അപ്പൊ അതിന്റെ മുമ്പേ തട്ടിക്കൊട്ടിക്കോട്ടെ എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ നമ്മൾ സൂക്ഷിക്കുക എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി മാത്രമല്ല ഇത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് വ്യക്തമായിക്കൊണ്ട് ഏറ്റുപിടിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. അപ്പൊ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഇത് സുന്നത്താണെന്ന് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. അതിനും ഈ ഹദീസൊക്കെ തന്നെയാണ് എൻ്റെ ഈ തെളിവാക്കി പിടിച്ചിട്ടുള്ളതും. മഹാനായ ഖത്തീബ് ഷർബീനി റഹിമഹുല്ല ഷാഫി മദ്ഹബിലെ ആധികാരിക പണ്ഡിതരനല്ലേ. ഈ പറയുന്ന മുഗ്നി മുഹ്താജിന്റെ 1-ാം വാള്യം ഇതിന്റെ 197-ാമത്തെ പേജിൽ ഇഹ്യാ ഉലൂമുദ്ദീൻ ഉദ്ധരിച്ചുകൊണ്ട് സുന്നത്താണെന്ന് നസ് വെക്കുന്നു. ഖാല ഫിൽ ഇഹ്യാഇ യുസ്തഹബ്ബു ലിമൻ അറാദ അൻ യൽബസൽ ഖുഫ അൻ യൻഫുദഹു. ഉണ്ടോ. അപ്പൊ ഇങ്ങനെ ഖുഫ ധരിക്കുന്നതിന്റെ മുമ്പ് ഇത് കൊടയൽ സുന്നത്താണ്. കാരണം ബുദ്ധിമുട്ടാക്കുന്ന വസ്തുക്കളിൽ വരും. അതിന് വസ്തദല്ലലിദാലിക ബിമാ റവാഹു തുബ്രാനി ആൻഡ് അൻ അബി ഉമാമ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസാണ് ഇതിന് തെളിവായിട്ട് അവർ പിടിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കുക, എന്നിട്ട് പിന്നെ നമുക്ക് രക്ഷാകവചമായിട്ട് എന്താ വരുന്നത് അതും വെക്കണം. അതും പറഞ്ഞിട്ടുണ്ട്, പറയാതെ പോയിട്ടില്ല. അപ്പൊ ഇതൊരു എൻ്റെ ഉദാഹരണമായിട്ട് ഇത്രത്തോളം സൂക്ഷിക്കാൻ റസൂൽ അടക്കം പറഞ്ഞു. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വരെ അത് സുന്നത്താണെന്ന് പറയുകയും ചെയ്തു. അവിടുത്തെ പാമ്പ് തന്നെയാണ് ചർച്ചയൊക്കെ കയറി വന്നത്. അപ്പൊ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സൂക്ഷിക്കാൻ പറ്റുക, വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന രൂപത്തിൽ അവിടെ എങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ചില എൻ്റെ വീടിന്റെ ഒക്കെ പരിസരം പോലും വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെ കാടും ഇതൊക്കെ ഇതായിട്ട് അതൊക്കെ വെട്ടി റെഡിയാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇവർക്കൊക്കെ കയറി വരാനും അവിടെ ഇരിക്കാനും പിന്നെ അതോടെ കയറി വരാനൊക്കെ എളുപ്പമാകുന്ന
അങ്ങനെ എല്ലാ സൂക്ഷിക്കേണ്ട ഭാഗങ്ങളൊക്കെ സൂക്ഷിക്കുക. അതിന്റെ പുറമെ പിന്നെ എന്താവുക, രക്ഷാകവചമായിക്കൊണ്ട് അതും നമ്മൾ എഴുതി വെക്കുക. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് മഹാനായ കമാലുദ്ദീൻ ദമീറി റഹിമഹുല്ല ഹയാത്തുൽ ഹയവാനുൽ കുബറ എന്ന് പറയുന്ന ജീവികളെ പറ്റി പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ 4 വാള്യത്തിലുള്ള കിതാബാണ്. ഇതിന്റെ 2ാം വാള്യത്തിൽ ഇത് വ്യക്തമായിക്കൊണ്ട് രക്ഷാകവചം പറയുന്നുണ്ട്. ഇതിന്റെ 2ാം വാള്യത്തിന് 188ാമത്തെ പേജിലുണ്ടോ, ഒമിനൽ ഫവാഇദിൽ അജീബത്തിൽ മുജറബത്തി ഉണ്ടോ, അത്ഭുതകരമായിക്കൊണ്ട്. എന്നാലോ നമ്മൾ പരിശോധിച്ചറിഞ്ഞ് തീരുമാനം കൽപ്പിച്ചൊരു കാര്യം കേട്ട് പറയട്ടെ. എൻ്റെ മശായിഖന്മാരിൽപ്പെട്ട വലിയ പണ്ഡിതന്മാരൊക്കെ എനിക്ക് നിർദ്ദേശം നൽകിയതനുസരിച്ചുകൊണ്ട് പറയട്ടെ. അന്നഹു യുക്തബു അലാ 4 വറക്കാത്തിൻ കുല്ലു വറക്കത്തിൻ ഫീ ഖുർനത്തിൻ മിൻ ഖുറനിൽ ബൈത്തി. 4 കടലാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. 4 കടലാസിലും എഴുതാൻ വേണ്ടി പറഞ്ഞു. എന്താണ് എഴുതാൻ വേണ്ടി പറഞ്ഞത് എന്നുള്ളത് പറയാം. എന്നിട്ട് അതിൽ എഴുതേണ്ടത് ഈ പറയുന്ന ഈ എഴുത്താണ് എഴുതാൻ വേണ്ടി പറഞ്ഞത്. വഹുവഹാദ, ഈ എഴുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞത് ഇങ്ങനെ ഈ രൂപത്തിൽ ഇങ്ങനെ. ഇതൊരു പ്രത്യേക എഴുത്ത് തന്നെ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓരോ കടലാസിലും ഓരോ പേപ്പറിലും എഴുതാൻ വേണ്ടി പറഞ്ഞു. ഫഇന്നൽ ഹയ്യാത്തി യഹ്റുബുന മിൻഹു. അപ്പൊ ഇങ്ങോട്ട് ഓരോ കടലാസും ഓരോ മൂലയിൽ വെക്കാനാ വേണ്ടി പറഞ്ഞു. ഓരോ മൂലയിൽ ഇങ്ങനെ വീടിന്റെ 4 മൂലയിൽ എവിടെങ്കിലും സംവിധാനിക്കുക. എന്നാൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഹയ്യത്തും ബിഇദ്നില്ലാഹി തആല, ആ വീടിൻ്റെ ഉള്ളിലേക്ക് പാമ്പ് കടക്കൂല എന്ന് ഇത് പരിശോധിച്ചറിഞ്ഞതാണ്. ഇത് വ്യക്തമായിക്കൊണ്ട് വന്നതാണ്. വലിയൊരു അത്ഭുതം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമാലുദ്ദീൻ ദമീർ റഹിമഹുല്ല എന്ന് പറയുമ്പം നബിമാമിന്റെ മിൻഹാജിനൊക്കെ ഷറഹ് എഴുതിയ വലിയ ഫഖീഹും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ചെറിയ ആളൊന്നുമല്ല, വലിയ മഹത്തുക്കൾ തന്നെയാണ്. ജീവികളെ പറ്റി പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കിതാബ്. അപ്പൊ അതിലും പറയുന്നു. ഇപ്പോ ആകത്തുക പറയാണ് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളതും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ളതും എന്താണ്, നമ്മൾ സൂക്ഷിക്കേണ്ട ഭാഗങ്ങൾ, നമ്മൾ കരുതേണ്ട ഭാഗങ്ങൾ നിസാരവൽക്കരിക്കാതെ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുക. പിന്നെ രക്ഷാകവചമായിക്കൊണ്ട് മഹാന്മാർ എന്തൊക്കെ പറഞ്ഞത് അതും എടുക്കുക. അപ്പോൾ അതും കൂടി കൂടെയാകുന്ന സമയത്ത് എന്താകും, അത് നമുക്ക് ഇതിനെ തൊട്ട് സലാമത്ത് കിട്ടും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ജന്തുക്കളെ തൊട്ടും അതിൻ്റെ കടിയെ തൊട്ടും അല്ലാഹു നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്കും സലാമത്തൊന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം.